ഭർത്താവ് ആൽബി വീണ്ടും ഇന്നലത്തെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇന്ന് വീണ്ടും ലൈവിൽ വന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഇപ്പോൾ കേൾക്കാം. അദ്ദേഹം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. അതായത് അപ്സര ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് കളിക്കുന്നതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. എന്നാൽ ചിലർ ഇങ്ങനെ അപ്സരയെ അഹങ്കാരി, ഓവർ കോൺഫിഡൻസ് ഉള്ള പ്ലെയർ അല്ലെങ്കിൽ തൻ്റെടി എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിനോട് താൻ യോജിക്കുന്നില്ല എന്നും പെണ്ണുങ്ങൾ ശക്തമായി പ്രതികരിച്ചാൽ അത് അഹങ്കാരി, തൻ്റെടി അങ്ങനെയൊക്കെ മുദ്ര കുത്തപ്പെടുന്നു. പക്ഷേ ആണുങ്ങൾ നല്ല രീതിയിൽ ഫയറായിട്ട് പ്രതികരിച്ചാൽ അത് മാസാകുന്നു. അപ്പോൾ ഇതൊക്കെ ഒട്ടും അംഗീകരിക്കാൻ സാധിക്കില്ല. എന്നാലും അപ്സര ഒരു ഗെയിമായിട്ട് തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ആൽബിയുടെ പ്രതികരണം എന്ന് കേൾക്കാം. അതല്ല, അപ്സര അവരെക്കാൾ നന്നായി കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് തോന്നുന്ന ആൾക്കാർ അപ്സരയ്ക്ക് വോട്ട് ചെയ്യും. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണോ കിട്ടുക അവരവിടെ നിൽക്കും, അല്ലാത്ത ആൾക്കാർ ഔട്ടാവും. ഇത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല. പിന്നെ എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് അപ്സര അവിടെ നന്നായി കളിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ ദയവ് ചെയ്ത് ഇത്തരം ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അത് നമ്മുടെ വ്യക്തിപരമായി നമ്മൾ അധിക്ഷേപിക്കുന്ന രീതിയിൽ കമന്റ്സ് ഒക്കെ നിങ്ങൾ ഇടാതിരുന്നാൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഇടുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വിഷമമാണോ ഉണ്ടാവുക അത് തന്നെ ഉണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് എന്താണ് പറയാ, എനിക്ക് ഏറ്റവും അപ്സര അഹങ്കാരിയാണ്, ഓവർ കോൺഫിഡൻസ് ആണ് എന്നൊക്കെ എന്റെ കൂടെ എന്റെ സുഹൃത്തുണ്ട്. ആള് പറഞ്ഞിട്ട് ഒരു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമുണ്ട്. അപ്സര അഹങ്കാരിയാണ്, ഓവർ കോൺഫിഡന്റ് ആണ് എന്നൊക്കെ രീതിയിൽ പലരും കമന്റ് ഇടുന്നത് കണ്ടു. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ഒരാള് അതിനെക്കുറിച്ച് എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് വിചാരിക്കുന്നത് ഒരിക്കലും അഹങ്കാരമാണെന്ന് ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, അപ്സര ഇതിനെ കാണുന്നത് ഇതിനൊരു ഗെയിം മാത്രമായിട്ടാണ്. നമ്മൾ റൈറ്റ് ആണ്, നേരെയാണോ? ലെഫ്റ്റ്. അപ്സര എന്താണ് പറയാ, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അപ്സര ഇതിനെ കാണുന്ന ഒരു ഗെയിം മാത്രമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്സര അവിടെ ഓവർ കോൺഫിഡന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കട്ടെ, എന്റെ ഒരു പേഴ്സണൽ ആയിട്ടൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇത് പറയുന്നത് അവിടെ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് അപ്സരയ്ക്ക് ഓവർ കോൺഫിഡൻസ് ആണെന്ന്. മറിച്ച് അവിടുത്തെ ഉള്ള ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ, ഇപ്പൊ ഇതിനു മുമ്പ് ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് സാബുമോൻ, മാരാര് അല്ലെങ്കിൽ ഇവരൊക്കെ അവിടെ ഒരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് വെട്ടി തുറന്ന് പറയുമ്പോൾ അത് ഓവർ കോൺഫിഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ അഹങ്കാരമായിട്ടോ ആർക്കും തോന്നിയിട്ടില്ല. അപ്പൊ അവര് പറയുമ്പോൾ എന്താണ് പറയാ, ഇതാണ് ആണത്തം, അവനൊരു ആൺകുട്ടിയാണ്, തുറന്നു പറഞ്ഞു എന്ന് പറയും. ഒരു പെൺകുട്ടി, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ബിഗ് ബോസിൽ വന്നിട്ട് ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ആ പെൺകുട്ടിയുടെ അഹങ്കാരമാണ്, ഓവർ കോൺഫിഡൻസ് ആണ് എന്ന് പറയുന്നത് കൂടുതലും പെൺകുട്ടികളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ്, സ്ത്രീകൾക്കെതിരെ പറയുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്ന രീതിയിൽ വരും. എന്റെ വൈഫ് പറയുന്നത് അഹങ്കാരമായിട്ടോ ഓവർ കോൺഫിഡൻസ് ആയിട്ടോ പറഞ്ഞിട്ടില്ല. കോൺഫിഡൻസ് എന്ന വാക്കിന് ആത്മവിശ്വാസം, അത് ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം ഉണ്ടോ അത് അവരുടെ ലൈഫിൽ സക്സസ് ആവാൻ സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്സര ഔട്ട് ആയിട്ടില്ല, ഇത് എന്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണെന്ന്. അങ്ങനെ വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അപ്സര ഔട്ട് ആകില്ല എന്നുള്ളതാണ് ഏഷ്യാനെറ്റിന്റെയോ അല്ലെങ്കിൽ മറ്റു പ്രേക്ഷകരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അപ്സര ഔട്ട് ആവും. അപ്സരയ്ക്ക് വോട്ട് കുറവാണെങ്കിൽ അപ്സര എന്തായാലും തീർച്ചയായിട്ടും ഔട്ട് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പോളുകളിലൊക്കെ അപ്സര ഏറ്റവും താഴെ വന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അപ്സരയ്ക്ക് ഒരു എവിക്ഷൻ ഉണ്ടെങ്കിൽ, ഇന്നൊരു എവിക്ഷൻ ഉണ്ടെങ്കിൽ അപ്സര ചിലപ്പോൾ ഔട്ട് ആവാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്സര ഇഷ്ടമാണെങ്കിൽ മാത്രം, ഞാൻ ഒരാളെയും കമ്പൽ ചെയ്യുന്നില്ല, കാരണം ഇറ്റ്സ് എ ഗെയിം ഷോ. ലെഫ്റ്റ് നേരെ. അപ്സര ഒരിക്കലും ഔട്ടാകേണ്ട കണ്ടസ്റ്റന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, അപ്സരയേക്കാൾ മികച്ച കണ്ടസ്റ്റന്റ് ആണ് ബാക്കി 11 പേരെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ വോട്ട് ചെയ്യണം. അതല്ല, അപ്സര അവിടെ നല്ല കണ്ടസ്റ്റന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അപ്സരയ്ക്ക് വോട്ട് ചെയ്യണം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്നലെ ഞാനിട്ട് പോസ്റ്റ് ഒരിക്കലും അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് അപ്സരയ്ക്ക് വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റു ഭീകര സംഭവങ്ങൾ ഉണ്ടാവോ എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച കാര്യം ഇത്രയേ ഉള്ളൂ, അപ്സര ഔട്ടായാലും അപ്സര എന്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്സരയ്ക്ക് എന്റെ എല്ലാ സപ്പോർട്ടും ജീവിതാവസാനം വരെ, എന്റെ അവസാന ശ്വാസം വരെ ഉണ്ടാവും. കാരണം ഞാൻ എന്റെ കുടുംബത്തെ, എന്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. എന്തായാലും അപ്സരനെ ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി.